സ്വന്തം മടിത്തട്ടിൽ ഈ കൈക്കുഞ്ഞ് വിസർജിച്ചതെങ്കിൽ പോലും ഒരറപ്പും ചെടിപ്പും വെറുപ്പുമില്ലാതെ ഭക്ഷണം കയ്യിൽ പിടിച്ചുകൊണ്ടത് തിന്നുന്നതിനിടയ്ക്ക് തന്നെ ഇടത് കൈ കൊണ്ട് വേണമെങ്കിൽ ആ വിസർജ്യം തുടക്കാൻ മടി കാണിക്കാത്ത നമ്മുടെ ഉമ്മയോളം ഒരു മനുഷ്യനോട് സ്നേഹമുള്ള മറ്റൊരു സൃഷ്ടി ആരാണുള്ളത്? അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഉമ്മുക 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 3 തവണയും പറഞ്ഞത് നിന്റെ ഉമ്മയോട് 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 എന്നാണ്. 4ാമതാണ് പറഞ്ഞത് അബൂക്ക നിന്റെ ഉപ്പ എന്ന്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ നിലയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം അവർ സഹിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞു. ഹമലത്തുഹു ഉമ്മുഹു വഹിനൻ അലാ വഹിൻ വഹംലുഹു വഫിസാലുഹു എന്നിങ്ങനെ വിശുദ്ധ ഖുർആൻ അവിടെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. അവരെ പ്രയാസത്തിന് മീതെ പ്രയാസം സഹിച്ചുകൊണ്ടാണ് ആ ഉമ്മ ഗർഭം ചുമഞ്ഞത്. അപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് കടപ്പെട്ടത് നമ്മുടെ ഉമ്മയോടാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടം ചിന്തിച്ചു നോക്കൂ. ഏറ്റവും കൂടുതൽ നമ്മുടെ മാതാപിതാക്കൾക്ക് നാം ചെയ്തു കൊടുക്കേണ്ടത് എന്താണ്? മാതാപിതാക്കൾ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? ഒരു ഉമ്മയും ഉപ്പയും നമ്മുടെ പണത്തെക്കാളേറെ, നാം കൊണ്ടുപോയി കൊടുക്കുന്ന ഭൗതിക ലോകത്തിലെ സുഖങ്ങളെക്കാളേറെ, സൗകര്യങ്ങളെക്കാളേറെ, നാം എടുത്തു കൊടുക്കുന്ന വീടിനേക്കാളേറെ, നാം ധരിപ്പിക്കുന്ന വസ്ത്രങ്ങളെക്കാളേറെ ഒരു പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും അവരുടെ പുന്നാര മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആദരവാണ് സുഹൃത്തുക്കളെ, പരിഗണനയാണ് സഹോദരങ്ങളെ. ഒരു ഉമ്മാക്കും ഉപ്പാക്കും മക്കളിൽ നിന്ന് നഷ്ടപ്പെടുന്നതും ഇന്ന് അതാണ്. അവഗണിക്കപ്പെടുന്നു എന്ന തോന്നലാണ് ഉമ്മക്കും ഉപ്പക്കും ഇന്ന് ഏറെ അവരെ അലോസരപ്പെടുത്തുന്നത്. പ്രായമായി കഴിഞ്ഞാൽ ഉമ്മയും ഉപ്പയും ഏറ്റവും കൂടുതൽ നമ്മെ വീക്ഷിക്കുകയാണ്. ഞാൻ വളർത്തിയുണ്ടാക്കിയ കൈ വളരുന്നു കാല് വളരുന്നു എന്ന് നോക്കി ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടുകൂടി വളർത്തിയുണ്ടാക്കിയ എന്റെ മോനെ എനിക്ക് നഷ്ടമാവുകയാണോ, എന്റെ മകൾ എനിക്ക് നഷ്ടപ്പെടുകയാണോ? പ്രത്യേകിച്ച് വിവാഹത്തിന്റെ അവസരത്തിൽ അത് ഭയപ്പെടാത്ത ഉമ്മമാരില്ല, അത് ഭയപ്പെടാത്ത രക്ഷിതാക്കളില്ല. ഞങ്ങളുടെ പിടുത്തത്തിൽ നിന്ന് ഞങ്ങളുടെ മകൻ നഷ്ടപ്പെടുകയാണോ, ഞങ്ങളുടെ മകൾ ഞങ്ങൾക്ക് എന്നേക്കും നഷ്ടപ്പെടുകയാണോ എന്നൊക്കെ ഉമ്മമാരും ഉപ്പമാരും ചിന്തിക്കുന്നത്, അവരുടേതായ പ്രതീക്ഷകൾ തകിടും മറിയുമോ എന്ന് തോന്നുന്നത് ഏറ്റവും പ്രയാസങ്ങൾ വരുന്ന പ്രായത്തിലാണ്. ഒരു മാതാപിതാക്കൾക്ക് മക്കളുടെ തണിയും തുണയും ഉണ്ടാകേണ്ടത് അവരുടെ യൗവന കാലഘട്ടത്തിലേക്കാൾ ഉപരി. യൗവന കാലഘട്ടത്തിൽ അവർക്ക് അവരുടെ കാര്യം നോക്കാൻ അറിയാം, അവർക്ക് വേണ്ടി അവർ തന്നെ സമ്പാദിക്കുന്നുണ്ട്. അവരുടെ കാര്യങ്ങളിൽ അവർക്ക് പലരുടെയും പലപ്പോഴും മക്കളുടെയൊന്നും സഹായം ആവശ്യമില്ല. ഇനി മക്കൾ ആ പ്രായത്തിലേക്കൊട്ട് വളർന്നിട്ടുമുണ്ടാകില്ല. അതേ അവസരത്തിൽ ജരാനരകൾ ബാധിച്ച് പ്രയാസപ്പെടുമ്പോ, ഓജസ്സും തേജസ്സും ഒക്കെ നശിക്കുമ്പോ, ശരീരത്തിന്റെ കാന്തിയും അതുപോലെ തന്നെ തിളക്കവും നഷ്ടപ്പെടുമ്പോ, നിവർന്നു നിന്നുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കാൻ സാധ്യമാകാതെ അകം വളഞ്ഞുകൊണ്ട് പ്രായത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും ശരീരത്തിൽ പ്രകടമാകുമ്പോ, മറ്റൊരാളുടെ താങ്ങും തണലുമില്ലെങ്കിൽ ഞാൻ എന്തായി പോകുമെന്ന് വേദനയോടുകൂടി മനസ്സുകൾ നീറുന്ന, ഉറക്കമൊഴിക്കപ്പെടേണ്ടി വരുന്ന അത്തരത്തിലുള്ള ദിനരാത്രങ്ങളിൽ ഒരു ഉപ്പയുടെയും ഉമ്മയുടെയും മനസ്സുകൾ ഏറ്റവും കൂടുതൽ ഒരു തണിക്ക് വേണ്ടി, തുണയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന നേരമാണ്. ആ അവസരത്തിലാണ് മക്കളെ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഉമ്മയെയും ഉപ്പയെയും പരിഗണിക്കേണ്ടത്. അപ്പോഴാണ് നിങ്ങൾ കൂടുതൽ പരിഗണിക്കേണ്ടത്. അതാണ് വിശുദ്ധ ഖുർആൻ അവരുടെ ആ സ്റ്റേജ് പ്രത്യേകം എടുത്തു പറയാൻ കാരണം. മാതാപിതാക്കളെ നമ്മൾ ഏത് പ്രായക്കാരാണെങ്കിലും ബഹുമാനിക്കേണ്ടതല്ലേ? ഏത് യുവാക്കളായ മാതാപിതാക്കളാണെങ്കിലും നമ്മൾ അവരെ ബഹുമാനിക്കേണ്ടതല്ലേ? അവരോട് നല്ല വാക്ക് പറയേണ്ടതല്ലേ? അതെ. എന്നിട്ടും എന്തേ ഖുർആൻ അവരുടെ വാർദ്ധക്യ സ്റ്റേജ് പ്രത്യേകം എടുത്തു പറഞ്ഞത്? ആ സ്റ്റേജിലാണ് മക്കളിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകാറുള്ളത്. ആ സ്റ്റേജിലാണ് മക്കൾ പലപ്പോഴും അവഗണിക്കാറുള്ളത്. ആ സ്റ്റേജിലാണ് മാതാപിതാക്കൾ ഞങ്ങൾ ഈ ഭൂമിപ്പുറത്ത് ഈ വീട്ടിന്റെ ഒരു മൂലയിൽ അവഗണിക്കപ്പെടുകയാണോ, ഞങ്ങൾ ഈ വീട്ടിൽ നിന്നൊരു ഭാരമാണോ, ഞങ്ങളെല്ലാവർക്കും ഒരു ഭാരമാണോ എന്നൊക്കെയുള്ള ചിന്തകൾ അവരെ വേട്ടയാടുന്ന നേരമാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ മാനവരാശിയോട് പറയുകയാണ്, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കൂ എന്ന ഇസ്ലാമിന്റെ മൗലികമായ തത്വം പറഞ്ഞപ്പോ വഖദാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ്, റബ്ബിനെ മാത്രമല്ലാതെ ആരാധിക്കരുതെന്ന് റബ്ബ് തീരുമാനിച്ചിരിക്കുന്നു, അവൻ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. രണ്ടാമത് പറഞ്ഞത് വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് നന്മ കാണിക്കണമെന്ന്. എന്നിട്ടെന്താ പറഞ്ഞത്?
ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബർ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹ الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിലൂടെ വിശദീകരിക്കുന്നു, അല്ലാഹുവിനോടുള്ള കടമ കഴിച്ചാൽ ഏറ്റവും കൂടുതൽ നമുക്ക് കടപ്പെട്ട വ്യക്തിത്വം, നമുക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് മാതാപിതാക്കളോടുള്ള അവരുടെ അവഗണിക്കാതെ അവരെ പരിഗണിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. അതിൽ അല്ലാഹു പ്രത്യേകം എടുത്തു പറയുന്നുവെന്ന്, മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ അവർ രണ്ടാളും തന്നെയോ നിന്റെ അടുക്കൽ അവർ വൃദ്ധരായ അവസരത്തിൽ ഉണ്ടായിട്ട് അവർക്ക് വാർദ്ധക്യം എത്തിക്കഴിഞ്ഞാൽ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, നീ അവരോട് ഛേ എന്ന വാക്കുപോലും പറയരുത്. ഛേ എന്ന വാക്കുപോലും പറയരുത്. ഒരാളോട് അല്പം നീരസത്തോടുകൂടി പറയുന്ന മോശപ്പെട്ട വാക്കുകളിൽ താരതമ്യേന അപകടം കുറഞ്ഞൊരു വാക്കാണ് ഛേ എന്ന പ്രയോഗം. വളരെ അപകടം കുറഞ്ഞ അവഗണനയുടെ ഒരു വാക്കാണത്. ഛേ, എന്താണ് എന്നിങ്ങനെയുള്ളൊരു പ്രയോഗം നിങ്ങളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹറുഹുമാ, നീ അവരെ വിരട്ടരുത്, നീ അവരോട് മറുത്ത് സംസാരിക്കരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, നീ അവരോട് മാന്യമായ വാക്കുകൾ മാത്രമേ പറയാവൂ. പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്, വഖ്ഫിദ് ലഹുമാ ജനാഹ الذل من الرحمة, കാരുണ്യത്തിന്റെ വിനയത്തിന്റെ ചിറക് നീ അവർക്ക് താഴ്ത്തിക്കൊടുക്കണം. വഖ്ഫിദ് ലഹുമാ ജനാഹ الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا.